അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ്. മോഹൻകുമാർ എന്ന് പേര്. ഇത് ശശി മാഷ്, അദ്ദേഹം നമ്മളുടെ ജനറൽ കൺവീനറാണ്. മാനടുക്കത്ത് തന്നെയാണ് താമസം. അഡ്വക്കേറ്റ് അശോകകുമാർ നമ്മളെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇത് രാധാകൃഷ്ണൻ കനക്കരംകൂടി എന്ന് പറയും, അദ്ദേഹം നമ്മളുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങളെ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് നാരായണൻ നായർ താഴെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ബ്ലോക്കായിട്ടുണ്ട്. ബ്ലോക്കിൽ പെട്ടിട്ട് വൈസ് ചെയർമാൻ നാരായണൻ നായരുണ്ട്, അദ്ദേഹവും വരുന്നുണ്ട്. ഇന്നത്തെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠയുടെ ഒരു പ്രധാന ഭാഗം, സാധാരണ കലശാഭിഷേകമൊക്കെ 7 ദിവസം 9 ദിവസം കൊണ്ടൊക്കെയാണ് തീരുക. ഇത് 16 ദിവസമാണുള്ളത്. 16 ദിവസം എന്ന് പറയുമ്പോൾ ഒരു കസേരയിട്ടാണ്. ഇവിടെ 16 ദിവസം കലശാഭിഷേകം നടത്തിയ ക്ഷേത്രങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് വിശ്വാസം. ഇവിടെ അയ്യപ്പൻ്റെ കൊടിമരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠ, ഒന്ന് കലശാഭിഷേകം 2-ാം തീയതി, 5-ാം തീയതി കൊടിമര പ്രതിഷ്ഠ, ഈ 2 ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ടാണ് ഓരോ ഉത്സവത്തിനും 8 ദിവസം വീതം വേണ്ടതുകൊണ്ടാണ് 16 ദിവസത്തെ കലശാഭിഷേകം വെച്ചത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധ്വജം പ്രതിഷ്ഠിക്കുന്ന അയ്യപ്പ ക്ഷേത്രം ഒന്നും തന്നെയില്ല. ആദ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാനടുക്കത്ത് ഈ ധ്വജപ്രതിഷ്ഠയോടുകൂടി നടക്കുന്നത്. അതിൻ്റെ പ്രാധാന്യവും, അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ താന്ത്രിക വിദഗ്ധരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാറന്തർ രമേശ് കാറന്തറാണ് ഇതിൻ്റെ ശില്പിയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ 16 ദിവസവും കാസർഗോഡ് വെച്ച് ഈ ഒരു പത്രസമ്മേളനം നടത്തണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങളെ കമ്മിറ്റി എടുത്തത്, അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ കുറ്റിക്കോല് പഞ്ചായത്തിലാണ്. അതേസമയം ഇതിൻ്റെ പ്രവർത്തകരും ഇതിൻ്റെ ആൾക്കാരൊക്കെ ഉള്ളത് നമ്മുടെ പനത്തടി പഞ്ചായത്തിലാണ്. ക്ഷേത്രം ഒരു വശം, മറ്റേ വശം പനത്തടി പഞ്ചായത്ത്. ഇത് രണ്ടും വരുമ്പം കുറ്റിക്കോല് പ്രസ് ക്ലബ്ബും രാജപുരം പ്രസ് ക്ലബ്ബുമാണ് സാധാരണ ഞങ്ങൾ അവിടുത്തെ പരിപാടികൾക്കൊക്കെ പത്രസമ്മേളനത്തിൽ പോകാറ്. പക്ഷേ ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ജില്ല കവർ ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കലശത്തെ സംബന്ധിച്ചിടത്തോളം വേറെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ നോട്ടീസിൽ വളരെ കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ 2025 മാർച്ച് 26 രാവിലെ നമ്മളുടെ ചടങ്ങ് ആരംഭിക്കുന്നത്. 8 മണിക്ക് കലവറയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതൊരു 11 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ മാതൃസമിതി, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരോ സാംസ്കാരിക ആധ്യാത്മിക സമ്മേളനങ്ങളും, അതോടൊപ്പം തന്നെ കലാസാംസ്കാരിക പരിപാടികളും പ്രഭാഷണങ്ങളും കുട്ടികളുടെ കലാപരിപാടികൾ, നാടകം, ഇങ്ങനെ വിവിധമാർന്ന പരിപാടികളോടുകൂടി 16 ദിവസവും എല്ലാ ദിവസങ്ങളിലും പൂർണ്ണമായ പരിപാടികളുമായിട്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപയോളം ഇതിനകം തന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. കാരണം അതൊരു കുന്നിൻ്റെ മേളിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്, കാട് മൂടിക്കിടന്നൊരു ക്ഷേത്രമായിരുന്നു. 2008 അതിൻ്റെ ഒരു നവീകരണ കലശം നടന്നത്. അതിനുശേഷമുള്ള പുനഃപ്രതിഷ്ഠയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ധ്വജം പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ ക്ഷേത്ര മുൻവശമെല്ലാം വളരെ ഭംഗിയായിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഏതാണ്ട് 40ഓളം പടികൾ കെട്ടി ഉയർത്തി അതിൻ്റെ മേളിൽ പിന്നീട് ഒരു 18ാം പടിയും കെട്ടിയിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആർക്കും വന്നാൽ ഇന്ന് വളരെ മനോഹരമായൊരു ക്ഷേത്രമാക്കിയിട്ടാണ് അതിൻ്റെ ഭക്തജനങ്ങൾ അതിനെ കാണുന്നതും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അതിന് വേണ്ട പ്രാധാന്യം നമ്മളെല്ലാവരും അതിന് തരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഇതിന് പറയുന്നുണ്ട്. 2025 ഏപ്രിൽ 2 നമ്മളുടെ കലശം അഭിഷേകം ഭഗവാന്റെ നടക്കുന്നത്, അയ്യപ്പൻ്റെത്. ഏപ്രിൽ 5 ധ്വജം പ്രതിഷ്ഠിക്കുന്നത്. ഏപ്രിൽ 5 തന്നെ വൈകുന്നേരം 7 മണിക്ക് കൊടിയേറ്റ് നടക്കും. 10-ാം തീയതി കൊടിയിറക്കും. അതോട് തന്നെ ആറാട്ടും അതുപോലെ നഗരപ്രദക്ഷിണവും ഒക്കെ ആയിട്ടുള്ള ചടങ്ങോടുകൂടി പരിസമാപ്തി ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇനി എന്തെങ്കിലും തരത്തിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
നിത്യപൂജ 3 നേരം നടക്കുന്നൊരു ക്ഷേത്രമാണ്. ആ പനത്തടി പഞ്ചായത്തും ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3 നേരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ളൊരു സവിശേഷതയും കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് അവിടെ ഉണ്ട്. ആറണം എന്നുള്ളതാണ് നമ്മളുടെ ഭക്തജനങ്ങളുടെ ആഗ്രഹം. അവിടേക്ക് ആൾക്കാർ വരണം. ഇപ്പോൾ സുള്ളിയത്തുനിന്നും കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങി. അല്ല, ഫോറസ്റ്റ് അല്ല, ഗ്രാമത്തിൻ്റെ സെൻ്ററാണ്. എന്നാലും അവിടെ നിന്നൊരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഫോറസ്റ്റൊക്കെ ഉണ്ട്. കുറ്റിക്കോൽ പഞ്ചായത്തിൻ്റെയും പനത്തടി പഞ്ചായത്തിൻ്റെയും ബോർഡറിലാണ് രണ്ടും. ഇറങ്ങുന്നത് പനത്തടി പഞ്ചായത്തിലേക്ക്, ക്ഷേത്രം ഇരിക്കുന്നത് കുറ്റിക്കോൽ പഞ്ചായത്തിൽ. നേരത്തെ മുതലേ ഉണ്ട്, പണ്ട് മുതലേ ബസ്സിനുള്ള ഒരു വർഷം ആദ്യമൊക്കെ വർഷാവർഷങ്ങളിലൊക്കെ 100-100 പേര് അവിടെ നിന്ന് പോകുന്നതാണ്. ഇപ്പോഴും ഉണ്ട്, മാലയിട്ടിട്ടുണ്ട്, സ്വാമിമാരുണ്ട് ഒത്തിരി. ഇത് കഴിഞ്ഞിട്ട് കലശാട്ട് കഴിഞ്ഞ് പോകാൻ പ്രാർത്ഥന എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് വലിയ പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ അത് വർധനവുണ്ടാകും. ഇപ്പോഴത്തെ ഈ പരിപാടികൾ നടക്കുമ്പോൾ ക്ഷേത്രം കുറച്ചും കൂടി പ്രശസ്തി നേടും.